മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് മാനേജ്മെന്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. മൈക്രോ സംരംഭങ്ങളിലെ പ്രധാനപ്പെട്ട റിസ്ക് എന്താണെന്നും അങ്ങനെ റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതും ഓരോ മൈക്രോ സംരംഭകനും അല്ലെങ്കിൽ സംരംഭകയും വളരെ ഗൗരവമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് കോമ്പറ്റീഷനെ മറികടന്നുകൊണ്ട് ഈ മാർക്കറ്റിനകത്ത് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ റിസ്കുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും ആ റിസ്കുകളെ മാനേജ് ചെയ്യാനും പഠിക്കണം. ഈ എപ്പിസോഡിനകത്ത് നമ്മൾ പരിശോധിക്കുന്നത് പ്രധാനപ്പെട്ട റിസ്കുകൾ ഏതൊക്കെയാണെന്നും ആ റിസ്കുകളെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ റിസ്ക് എന്നുള്ളതാണ്. റിസ്കുകൾ ഐഡന്റിഫൈ ചെയ്യുക. എന്തൊക്കെയാണ് മൈക്രോ സംരംഭങ്ങളിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മൈക്രോ സംരംഭത്തെ പ്രധാനപ്പെട്ട റിസ്കുകൾ? 4 തരത്തിലാണ് പ്രധാനപ്പെട്ട റിസ്കുകൾ നമുക്ക് വർഗീകരിക്കാൻ വേണ്ടി കഴിയുന്നത്. 1 മാർക്കറ്റ് റിസ്ക്, 2 ഫിനാൻഷ്യൽ റിസ്ക്, 3 ഓപ്പറേഷണൽ റിസ്ക്, 4 റെഗുലേറ്ററി റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണ്. അതായത് ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിനകത്ത് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് മാറുന്നു, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായും മാർക്കറ്റിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രൊമോഷനുമായി രംഗത്ത് വരുന്നു, അത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുന്നു. പ്രത്യേക കാലാവസ്ഥയിൽ ഒരു പക്ഷേ നമ്മളുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ഡിമാൻഡ് ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു അംബ്രല്ല മാനുഫാക്ചർ ആണെന്ന് വെക്കുക. അംബ്രല്ല മാനുഫാക്ചർ അംബ്രല്ലാസ് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് പ്രത്യേക സീസണിലാണ് അംബ്രല്ലാസിന് ഡിമാൻഡ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അംബ്രല്ലാസിന് ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സീസണിലാണ് ആ മാർക്കറ്റ് ഉണ്ടാകുക. അതല്ലാത്ത സമയത്ത് അതിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുകയില്ല. അപ്പം ഇതാണ് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റിൻ്റെ ക്യാരക്ടറിനനുസരിച്ച് മാർക്കറ്റിൽ റെസ്പോണ്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെയൊക്കെ ഇടപെടലിനനുസരിച്ച് മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് നമുക്ക് വരാറുണ്ട്. ഇത്തരം റിസ്കുകളെ കോമൺ ആയിട്ട് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് വിളിക്കാറുണ്ട്. ഈ മാർക്കറ്റ് റിസ്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയണം. എന്തൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിനകത്ത് നാളെ വരാൻ വേണ്ടി പോകുന്ന സാധ്യതകൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക, കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെ സ്ട്രാറ്റജിയാണ് എടുക്കുക, കാലാവസ്ഥയുടെ ഭാഗമായി എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡിനകത്ത് വരിക, എക്കണോമിക്കൽ സിറ്റുവേഷൻസ്, രാജ്യത്തിൻ്റെ എക്കണോമിക് ഫാക്ടേഴ്സിനകത്ത് വരുന്ന ചേഞ്ചസിൻ്റെ ഭാഗമായി എന്തൊക്കെ റിസ്ക് ആണ് നമുക്ക് ഫേസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസും ആക്ഷൻസിലേക്കും പോകണം. മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസ്ക് ആണ്. മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഫണ്ടിങ് ബാക്കപ്പിലല്ല ഒരു മൈക്രോ സംരംഭവും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെഷീൻ ഒരു പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആയി പുതിയൊരു മെഷീൻ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനകത്തേക്ക് പുതുതായിട്ട് ഫണ്ട് വരുന്നു, ഒരു ആക്സിഡൻറ്റ് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് അതുമായി റിലേറ്റഡ് ആയ ഏരിയയിലോ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള സാധ്യതകളിൽ നമുക്കൊരു പക്ഷേ ഒരു ഫിനാൻഷ്യൽ റിസ്ക് വരാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ഡെപ്റ്റ് കിട്ടാതെ വരുന്നത്. അങ്ങനെയുള്ള സാധ്യതകളിൽ നമ്മുടെ ഫിനാൻഷ്യൽ മേഖലയുമായി ബന്ധപ്പെട്ട് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക്കാണ്. ഇത്തരം റിസ്കുകളെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാനും ആ റിസ്കുകളെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മിനിമം ഫണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ എപ്പോഴും വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ, പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്. മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ റിസ്ക് ആണ്. അതായത് ഓപ്പറേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട റിസ്ക്. നിങ്ങളിപ്പോൾ റോ മെറ്റീരിയൽസ് റിലേറ്റഡ് കളക്ട് ചെയ്യുന്ന ഒരു ഏരിയക്കകത്ത് ഏതെങ്കിലും തരത്തിൽ റോ മെറ്റീരിയലിന് ക്ഷാമമുണ്ട്, അതല്ലെങ്കിൽ വലിയൊരു സ്ട്രൈക്ക് വരുന്നു, അതല്ലെങ്കിൽ വലിയൊരു മഹാമാരി COVID-19 പോലെയുള്ള ഒരു മഹാമാരി വന്ന് പലപ്പോഴും ബോർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ നമുക്കൊരു സ്ട്രൈക്ക് നമ്മുടെ ഓർഗനൈസേഷനകത്ത് വരുന്നു, അതല്ലെങ്കിൽ മെഷീൻസ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നല്ല രൂപത്തിൽ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ കഴിയാതെ പോകുന്നു. അങ്ങനെ ഓപ്പറേഷൻ സൈഡിൽ വരുന്ന റിസ്കുകളെയാണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷണൽ റിസ്ക്കും പൊട്ടൻഷ്യൽ ഓപ്പറേഷണൽ റിസ്ക് നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മുൻകൂട്ടി കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ആക്ഷനിലേക്ക് നമ്മൾ പോകേണ്ടത്. മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് റെഗുലേറ്ററി റിസ്ക് ആണ്. അതായത് രാജ്യത്തിൻ്റെ ഭരണഘടന, രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ, നമ്മളുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഇതര അതോറിറ്റികളുടെ നിയമങ്ങളും അവയുടെ നിയമത്തിനകത്ത് വരുന്ന ചേഞ്ചസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില റിസ്ക്സ് ഉണ്ട്.
അതായത് നിലവിലുള്ള നിയമത്തിനനുസരിച്ചാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ് അനുസരിച്ചാണ് ബിസിനസ് ഫോം ചെയ്തത് അല്ലെങ്കിൽ നടത്തി വരുന്നത് എങ്കിലും നിയമം മാറുന്നതിനനുസരിച്ച് പുതിയ നിയമങ്ങൾ വരുന്നതിനനുസരിച്ച് പുതിയ അമെൻമെൻറ്റുകൾ വരുന്നതിനനുസരിച്ച് പലപ്പോഴും നമ്മളത് നമ്മുടെ ബിസിനസ് നിലവിലുള്ള പോക്കിനത് ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാറുണ്ട്, ചലഞ്ചസ് സൃഷ്ടിക്കാറുണ്ട്. ഇവയാണ് നമ്മൾ റെഗുലേറ്ററി റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേറ്ററി മേഖലയ്ക്കകത്തുണ്ടാകുന്ന ചേഞ്ചസുകൾ, ഡെവലപ്മെൻറ്റുകളെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ ബിസിനസ്സിനകത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണ്? റിസ്കിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ റിസ്ക് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനകത്ത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. 4 തരത്തിലുള്ള റിസ്കുകൾ നമ്മൾ പറഞ്ഞു. ആ റിസ്കുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും. എല്ലാ റിസ്കുകളും ഒരു പക്ഷേ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതായിരിക്കില്ല. ഏത് റിസ്ക് എങ്ങനെ എത്രത്തോളം അളവിൽ നമ്മളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അസസ്മെൻറ്റ് കഴിഞ്ഞാൽ റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് ഉള്ളത്. റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഡൈവേഴ്സിഫിക്കേഷൻ എന്നതാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മേഖലക്കകത്ത് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ സാധ്യമാവും. അതായത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു കോമ്പറ്റീറ്റർ വരുന്നു, വലിയ പ്രൊമോഷൻ വരുന്നു. നമ്മളുടെ പ്രൊഡക്റ്റ് ആ കോസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി ആ പ്രൊഡക്റ്റുമായി ഈ മാർക്കറ്റിനകത്തേക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ലോസ് ഉണ്ടാവും എന്നുള്ളൊരു സാധ്യത വരികയാണ്. അതിനെ കോസ്റ്റ് കുറഞ്ഞ രൂപത്തിൽ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല. എന്ത് നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മേഖലയിലേക്ക് പോവുക. ഞാൻ നേരത്തെ അംബ്രല്ലയുടെ ഇത് പറഞ്ഞു. അംബ്രല്ല മാനുഫാക്ചറിങ് ചെയ്യുന്നൊരു സ്ഥാപനമാണെങ്കിൽ സീസണിലാണ് അംബ്രല്ല ഡിമാൻഡ് ഉണ്ടാവും, ഓഫ് സീസണിൽ മറ്റ് ബിസിനസ്സിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ഏരിയയിൽ, സർവീസിൻ്റെ ഏരിയയിൽ, ബിസിനസ് മേഖലക്കകത്ത് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുക, അതിനനുസരിച്ച് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ റിസ്കുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ബിസിനസ്സിനകത്തേക്ക് വരുന്ന പണം, ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്ന പണം, അത് കൃത്യമായി പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയണം. അങ്ങനെ ആകുമ്പോൾ നാളെ വരുന്ന ഒരു റിസ്കിനെ, നാളെ നമുക്കൊരു സാധ്യതയുണ്ടാവും. നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ എനിക്ക് ഇന്ന രൂപത്തിലുള്ള ഫണ്ട്, ഇത്രത്തോളം ഫണ്ട് ആവശ്യമുണ്ട്, ഇന്ന സാധ്യതകൾ എനിക്ക് വരാം, ഇന്ന മെഷീൻസ് ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യേണ്ടി വരാം, ഇന്ന രൂപത്തിലുള്ള ഒരു സ്ട്രൈക്കിന് ഒരു പക്ഷേ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റിസോഴ്സ് ഇൻവെൻ്ററിക്ക് നമുക്ക് ഷോർട്ടേജ് ഉണ്ട്. ഇത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ഫിനാൻസ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാൻ കഴിയണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഒരു പക്ഷേ നമ്മൾ അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള റിസ്ക് വരാം. ഒരു പ്രോബ്ലംസ്, ആക്സിഡൻറ്റ് ഫാക്ടറിക്കകത്തോ അല്ലെങ്കിൽ ബിസിനസ് ഹോമിനകത്തോ റിലേറ്റഡ് ഏരിയക്കകത്തോ വരാം. ഫയർ, അങ്ങനെയുള്ള ഒത്തിരി, ഇനി ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ജന്യമായ പ്രതിസന്ധികൾ നമുക്ക് വരാം. ഇങ്ങനെയുള്ള പലതരത്തിൽ, ഒരു മെഷീൻസ് ഒരു പക്ഷേ കംപ്ലൈൻ്റ് ആവും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. ഇതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഷൂർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ, മെഷീൻസിനെ, ഫാക്ടറിയെ ഒക്കെ നമുക്ക് ഇൻഷൂർ ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ഇൻഷൂർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ വരുന്ന ഫിനാൻഷ്യൽ ലോസ് നമുക്ക് പരമാവധി കുറച്ച് കൊണ്ടുവരാനും നമുക്ക് പിടിച്ചെടുക്കാനും കഴിയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിനകത്ത് നിരന്തരം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മാർക്കറ്റിനകത്തേക്ക് വരുന്ന ചേഞ്ചസ്, ഡെവലപ്മെൻറ്റ്, ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മാർക്കറ്റിനകത്ത് കൃത്യമായി ഇടപെടുക, കസ്റ്റമേഴ്സുമായി സംസാരിക്കുക, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസ് വാച്ച് ചെയ്യുക, കോമ്പറ്റീറ്റേഴ്സുമായി നെറ്റ്വർക്കിംഗ് സാധ്യമാക്കുക, അത്തരം ഇവൻറ്റുകളിൽ ഒക്കെ പങ്കെടുക്കുക. അങ്ങനെ പരമാവധി മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുക, കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിൽ, പ്രിഫറൻസിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുക. മറ്റൊരു കാര്യം ലീഗൽ കംപ്ലൈൻറ്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറേ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ച് നേരത്തെ പറയുകയുണ്ടായി. ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് 100% ലീഗലി കംപ്ലൈൻഡ് ആയിട്ടാണ് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ നിയമപരമായ ബാധ്യതകളെയും നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. നിയമപരമായ ഒരു തരത്തിലുള്ള ബാധ്യതയും കമ്പനിക്ക് നിങ്ങൾ പിന്നീടേക്ക് വെക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കസ്റ്റമർ റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കസ്റ്റമറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലാണ് കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ച് വരുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, കസ്റ്റമേഴ്സിൻ്റെ ബയർ ബിഹേവിയർ, അവരുടെ തിങ്കിങ്, ഇതിലൊക്കെ വരുന്ന ചേഞ്ചസിന് നമുക്ക് കസ്റ്റമറുമായുള്ള ഇൻട്രാക്ഷനിൽ മനസ്സിലാക്കാൻ പറ്റും. മറ്റ് കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നുവെന്ന് നമുക്ക് കസ്റ്റമേഴ്സുമായുള്ള ഇൻട്രാക്ഷനിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കസ്റ്റമേഴ്സുമായി ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക,
അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല, അവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ബിസിനസ്സിനെ കഴിയും. അത് ഈ തരത്തിലുള്ള ഒരു റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക്, ഷെയർ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, സഹസംരംഭകർക്ക്, സഹപ്രവർത്തകർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അവസാനത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോണിറ്റർ ആൻഡ് റിവ്യൂ എന്നുള്ളതാണ്. എന്താണ് മോണിറ്റർ ആൻഡ് റിവ്യൂ? അതായത് നമ്മൾ ഈ റിസ്കുകളെ മനസ്സിലാക്കി, റിസ്കിനെ അസസ് ചെയ്തു, റിസ്കിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ പരിശോധിച്ചു. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അത് പുനഃപരിശോധിക്കുക. നമ്മളൊരു ആക്ഷൻ എടുത്തു, അതിനെ മോണിറ്റർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പരിശോധിക്കുക, ആ റിസൾട്ട് റിവ്യൂ ചെയ്യുക. കുറച്ചുകൂടി ബെറ്ററായി പെർഫോം ചെയ്യണമെങ്കിൽ പുതിയ തരത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ റിസ്ക്, അസസ്മെൻറ്റ് റിസ്ക്, അതുപോലെ തന്നെ മിറ്റിഗേഷൻ സ്ട്രാറ്റജി, മോണിറ്റർ ആൻഡ് റിവ്യൂ. ഈ 4 കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത്, മൈക്രോ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. ഓരോ മൈക്രോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് റിസ്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മിറ്റിഗേറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇപ്പോൾ സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദിസ് ഈസ് സുഭാഷ് മാട്രോൺ, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.